മറിയം കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കലിരുന്നു. മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്രയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നു. നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത, മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഇത് ലൂക്കായുടെ സുവിശേഷമാണ്, 10-ാം അധ്യായം 39-ാം തിരുവചനമാണ്. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. എന്താണ് ഈ ഒരു കാര്യം? നോക്കിയാലോ. ഈ സംഭവം ലൂക്ക മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. കഴിഞ്ഞ ഭാഗങ്ങളിലെ സംഭവങ്ങളിൽ കഥാപാത്രങ്ങൾ എല്ലാം പുരുഷന്മാരായിരുന്നു. ഇവിടുത്തെ കഥാപാത്രങ്ങൾ സ്ത്രീകളാണ്. ശിഷ്യർക്ക് പല ശുശ്രൂഷകൾ ചെയ്യാനുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രതയുള്ളവരായി പോകാം. എന്നാൽ യേശുവിൻ്റെ വചനം കേട്ട് അവനോട് ബന്ധം പുലർത്തിയാലേ ശിഷ്യത്വമാകൂ. മറിയം വചനങ്ങൾ കേട്ടുകൊണ്ട് യേശുവിൻ്റെ പാദത്തിങ്കിലിരുന്നു. യേശുവിൻ്റെ പാദത്തിങ്കിലിരുന്നു വചനം സ്വീകരിക്കുന്നത് ശിഷ്യത്വ സ്വീകരണമാണ്. മർത്ത പരാതിപ്പെട്ടപ്പോൾ ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ എന്നായിരുന്നു യേശുവിൻ്റെ പ്രതികരണം. യേശുവിനെ സ്വീകരിച്ചു സൽക്കരിക്കുക ആവശ്യമാണ്. എന്നാൽ അവനെ സ്വീകരിച്ച് സൽക്കരിക്കുന്നതിനേക്കാൾ ശിഷ്യർക്ക് അത്യാവശ്യമായ കാര്യം വചനം കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കൽ ഇരിക്കുകയാണ്. അതാണ് ശിഷ്യർക്ക് മർമ്മപ്രധാനമായ ഒരു കാര്യം. മറിയം തിരഞ്ഞെടുത്ത നല്ല ഭാഗം. ദിവ്യഗുരുവേ, അവിടുത്തെ വചനം കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് അവിടുത്തെ ശിഷ്യരാകുവാൻ സാധിക്കുകയുള്ളൂ. മറിയത്തെ പോലെ അവിടുത്തെ പാദത്തിങ്കിലിരുന്ന് ഞങ്ങൾ അങ്ങയെ ശ്രവിക്കട്ടെ. മറിയം തിരഞ്ഞെടുത്ത ആ നല്ല ഭാഗം ഞങ്ങളും തിരഞ്ഞെടുക്കട്ടെ. കർത്താവെ, അങ്ങയെ മനസ്സിലാക്കാനും അറിയാനും ഞങ്ങൾ അങ്ങയോടുകൂടെ ആയിരിക്കണം. ഈ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഒന്നു മാത്രമേ ആവശ്യമുള്ളതായിട്ടുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ, എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.